91 നീണ്ട മത്സരങ്ങൾക്കിപ്പുറം ഇന്ന് ഒന്നാം സെമി ഫൈനൽ മത്സരത്തിലേക്ക് എലൈറ്റ് കേരള പ്രീമിയർ ലീഗിന്റെ മധുരോദ്ധാരമായ മറ്റൊരു സീസൺ കൂടി കടന്നു വരികയാണ്. ഒന്നാം സെമി ഫൈനൽ മത്സരത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഫിനിഷ് ചെയ്ത KCB, രണ്ടാം സ്ഥാനത്ത് ഏറ്റവും മികച്ച രീതിയിൽ അവർ കണ്ടിന്യൂ ചെയ്ത ശേഷം മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത മുത്തൂറ്റ് FAയുമായി ഏറ്റുമുട്ടാനായി തയ്യാറെടുക്കുന്നു. കേരള പ്രീമിയർ ലീഗിലെ ഒന്നാം വാശിയേറിയ സെമി ഫൈനലിലേക്ക് കിക്ക് ഓഫ് ആവുകയാണ്. മത്സരത്തിന്റെ കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ, വൺസ് അഗെയിൻ അലോങ് സൈഡ് വിത്ത് ബിനീഷ് കിരൺ. മുത്തൂറ്റിനെ നമുക്ക് കാണാം. വലതുവശത്ത് എക്സ്ട്രീമിലേക്കുള്ള ഒരു ലോങ് ബോൾ ആണ് മുത്തൂറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അസറിന്റെ ക്രോസിംഗ് സൈഡിലേക്ക് ഗോൾ കീപ്പറുടെ കൃത്യമായ ഇടപെടൽ. എന്തായാലും പെനാൽറ്റി ഏരിയയിൽ നല്ലൊരു എൻക്രോച്ച്മെന്റ് ആണ് ബിനീഷ് ഏട്ടാ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നടത്തപ്പെട്ടത്. മറുപുറത്തേക്ക് നല്ലൊരു പന്ത്, വീണ്ടും അജയുടെ ഷോട്ട് വരുന്നു. നേരത്തെ വിനീഷ് കിരൺ പറഞ്ഞതുപോലെ തന്നെ ഷോട്ട് വരുന്നു, പക്ഷെ വലിയ കാര്യമായ ഉപയോഗമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഷോട്ടുകൾ കൊണ്ട് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ അവിടെ ഹജ്മലിന് ഫോം ആവാം. യങ് പ്ലേയേഴ്സ് വരാനുണ്ടാകും. എന്തായാലും ഒന്നാം പകുതിയിലെ നിശ്ചിത 45 മിനിറ്റുകളും 2 മിനിറ്റ് അധിക സമയവും അവസാനിക്കുമ്പോൾ കേരള പ്രീമിയർ ലീഗിലെ ഒന്നാം സെമി ഫൈനൽ മത്സരം. എന്തായാലും അതിലെ ആദ്യ 45 മിനിറ്റുകൾ വളരെയധികം എന്റർടൈനിങ് ആയി തന്നെ പോയി. KCB ആൻഡ് മുത്തൂറ്റ് FA. KCBയുടെ ടച്ചോടുകൂടി മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുമ്പോൾ എന്തായാലും രണ്ടാം പകുതിയിൽ കുറെ കൂടി അഗ്രസീവായ ഒരു ഗെയിം തന്നെ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. പന്ത് തിരിച്ചു പിടിക്കുന്നു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒന്നാം തരം ഷോട്ട് വരുന്നു. എന്തായാലും അഷറിന്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല പൊസിഷനിങ് കൊണ്ട് ഹജ്മൽ ആ ഷോട്ട് തിരിച്ചു പിടിക്കുന്നു. അത്യാവശ്യം നല്ലൊരു റിക്കവറി. അദ്ദേഹം ഇൻസൈഡിലേക്ക് കോർണർ വരുന്നു, കണക്ട് ചെയ്യാൻ അവിടെ ആദ്യ ശ്രമം. അകത്തേക്ക് ആദ്യം പന്ത് കൊടുത്തത് മനോജിന്റെ ഒരു അടിപൊളി അറ്റംപ്റ്റ്, പക്ഷെ ഒടുവിൽ ഓഫ് സൈഡ് പൊസിഷനിൽ കുരുങ്ങി പോകുന്ന മുത്തൂറ്റ് FA. ദൗർഭാഗ്യകരം. ഒരെണ്ണം തട്ടിയിടുക, പതുക്കെ ഡിഫെൻഡ് ചെയ്യുക, നമ്മളെ കൊണ്ട് അത്രയേ സാധിക്കുകയുള്ളൂ, കൂടുതലൊന്നും സാധിക്കില്ല. വി വോണ്ട് ടു വിൻ ദ മാച്ച്. അതിന് ഒരു ഗോൾ മതി. At the end of the day 3 points matters, 3 points matters. സോ അതുകൊണ്ട് തന്നെ ഈസി ഗെയിമിലേക്കാണ് പിന്നീട് അവർ പോകുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അസറിന്റെ നല്ലൊരു പന്താണ് ഇൻസൈഡിലേക്ക്. ആ പന്ത് കൊടുത്ത രീതി തന്നെ കാണുക വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ. ഒടുവിൽ നല്ലൊരു ക്രോസ് ആൻഡ് ഗോൾ. മുത്തൂറ്റ് FAയുടെ ക്യാപ്റ്റൻ അജയ് മത്സരത്തിൽ 70-ാം മിനിറ്റിൽ വല കുലുക്കുമ്പോ ആദ്യ ഗോളുകളുടെ കണക്കും എണ്ണവും പറഞ്ഞ് ഇവിടെ നാവെടുത്ത് വായിലേക്ക് ഇടുന്നതിന് മുൻപ് തന്നെ മുത്തൂറ്റ് FA ആദ്യ വെടി പൊട്ടിക്കുന്നു. ആദ്യ മിന്നൽ ഇവിടെ KCBയുടെ പെനാൽറ്റി ഏരിയയിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പെനാൽറ്റി ഏരിയക്കുള്ളിൽ ക്ലംസിയായ സിറ്റുവേഷൻസ് ഉണ്ടാക്കാതിരിക്കുന്നത് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത്. 7 മിനിറ്റ് ആണ് അധിക സമയം അനുവദിക്കുന്നത്. 7 മിനിറ്റ്സ്, 7 മിനിറ്റിൽ എന്ത് സംഭവിക്കാം. സോ അടുത്ത സീസണിൽ ഏതെങ്കിലും ടീമിന് ഫൈനലിൽ കയറണോ, മനോജിനെ ബാഗ് ചെയ്യൂ. യു വിൽ ബി ഇൻസൈഡ് ദി ഫൈനൽ, യു വിൽ ബി ഇൻ ദി ഫൈനൽ. അജ്മൽ, ദാറ്റ്സ് എ ബ്ലണ്ടർ. പക്ഷെ ഒടുവിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ഒടുവിൽ ആ പന്ത് പുറത്തു പോകാതെയാണ് BK അവിടെ സാലി പിടിച്ചു വെക്കുന്നത്. ലുക്ക് അറ്റ് ദാറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ദി ക്വാളിറ്റി ഓഫ് ദാറ്റ് മാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം ക്വാളിറ്റിയോടുകൂടി തന്നെ ഒരു മത്സരം അവസാനിക്കുമ്പോൾ എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ മറ്റൊരു മധുര മനോഹര ഫൈനൽ മത്സരത്തിലേക്ക് മുത്തൂറ്റ് FA നടന്നെടുക്കുന്നു. ഒന്നാം പകുതിയിൽ ക്വാളിറ്റി ഗെയിം നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ വിരസമായ കളി. രണ്ടാം പകുതിയിൽ രണ്ട് ടീമുകളും അറ്റാക്ക് ചെയ്ത് കയറി ഇറങ്ങി നല്ല മുന്നേറ്റങ്ങൾ കൊടുത്തു. പക്ഷേ അവസാന റിസൾട്ടിൽ ഒരു ഗോൾ എഴുതി ചേർക്കാൻ അവിടെ 70-ാം മിനിറ്റിൽ ആകെ സാധിച്ചത് അവരുടെ ക്യാപ്റ്റൻ അജയ്ക്ക് മാത്രം. കേരള പ്രീമിയർ ലീഗ് ഫസ്റ്റ് സെമി ഫൈനൽ. ഇറ്റ്സ് ഫുൾ ടൈം ഹിയർ അറ്റ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം, കാലിക്കറ്റ്. ഇറ്റ്സ് മുത്തൂറ്റ് FA 1 and KCB 0.